10 വർഷത്തെ മോദി ഭരണം ഇന്ത്യൻ ഗ്രാമങ്ങളെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിലാഴ്ത്തി. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങളായി മാറിയപ്പോൾ പ്രതീക്ഷ കൈവിടാതെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദരിദ്രനാരായണർ. കഴിഞ്ഞ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. 10 വർഷക്കാലം ഭരണത്തിലിരുന്നിട്ടും സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ BJP സർക്കാരിനായില്ലെന്നർത്ഥം. എല്ലാ മേഖലയിലും പുരോഗതി കൈവരിച്ചുവെന്ന അവകാശവാദത്തെ പൊളിക്കുന്നതാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ. വിശപ്പും ദാരിദ്ര്യവും വിട്ടൊഴിയാത്തവർ, വൈദ്യുതിയും കിടപ്പാടവും ഇല്ലാത്ത ഗ്രാമങ്ങളിലെ അടുക്കളയും കാലിയാണ്. हमारे बच्चा 3 बच्चे हैं, हमारा आदमी है जिसका सास के बीमार है, कुछ ना मिलता हमारे को, बहुत ही चेष्टा करते हैं. अब आगे के लिए बच्चा है, बच्चन को भविष्य कहाँ से इन्हें ट्यूशन पढ़ाएं, कहाँ से स्कूल, क्या क्या करें, कुछ समझ में ही नहीं आता है. सारी चीज़ तो पैसे की होती है ना, जब पैसा नहीं है तो कुछ भी नहीं है. लाइट नहीं है, अंधेर बाहर सो जाते हैं, क्या करें. പോഷകാഹാരക്കുറവ്, കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ്, ശിശുമരണ നിരക്ക് എന്നിവയാണ് ആഗോള പട്ടിണി സൂചികയുടെ മാനദണ്ഡങ്ങൾ. ഒടുവിലത്തെ കണക്കിൽ 28.7 ഇന്ത്യയുടെ പോയിന്റ്. ഇതോടെ പട്ടികയിൽ ഗുരുതര വിഭാഗത്തിൽ ഇന്ത്യ ഉൾപ്പെട്ടു. 2015 29.2 ആയിരുന്നതിൽ നിന്നും 0.5 പോയിന്റുകളുടെ പുരോഗതിയാണ് ഇക്കാലയളവിൽ നേടിയത്. ദേശീയ ആരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ 19 കോടിയോളം വരുന്ന ജനങ്ങൾ അത്താഴത്തിന് വകയില്ലാതെ വിശന്നുറങ്ങുന്നവരാണ്. റേഷനും ആഹാരവും നിഷേധിക്കപ്പെട്ടവർ, ഭരണകൂടം വിഭാവനം ചെയ്യുന്ന ഭക്ഷ്യ സ്കീമുകൾ പോലും കൈകളിലെത്താത്തവരാണ് ഗ്രാമങ്ങളിലെ നിവാസികളിലേറെയും. 3ാം മോദി സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ തങ്ങളുടെ വിശപ്പിന് ഇനിയെങ്കിലും വിരാമമിടാനാകുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്. മോദി സർക്കാർ ഭരിച്ച 10 വർഷക്കാലവും ഗ്രാമത്തിലെ സാധാരണക്കാർ കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. ക്യാമറമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.